അഡ്വക്കേറ്റ് ആരതി വർമ്മ. സത്യം തെളിയിക്കാനല്ല അവര് ശ്രമിച്ചത്, വരുണിനെയും രാധികയും രക്ഷിക്കാനാ. അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തില് അവര് ബലിയാടാക്കിയത് എന്റെ അച്ഛനെ. പ്രിയങ്കയെ കൊന്നു എന്ന കുറ്റത്തിന് അച്ഛനിപ്പോ ജയിലിൽ കിടക്കുക. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? സത്യമാണ് പ്രിയങ്ക. ആളുകളുടെ മനസ്സിൽ പ്രിയങ്ക മരിച്ചു കഴിഞ്ഞു. ശവസംസ്കാരം യഥാവിധി നടന്നു. കൊന്നതിന്റെ പേരിൽ ആളുകളെ ശിക്ഷിച്ചു. ഒരു കണക്കിന് വളരെ വിചിത്രമായൊരു തിരിച്ചുവരവാ പ്രിയങ്കയുടേത്. സാർ, ഇപ്പോൾ പ്രിയങ്കയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയങ്കയുടെ ബോധം സാധാരണ നിലയിലായല്ലോ. ഇനി എന്താ സാർ ചെയ്യേണ്ടത്? ഇനി പ്രിയങ്കയെ കോടതിയിൽ ഹാജരാക്കണം. കേസ് റീഓപ്പൺ ചെയ്യണം. മരിച്ചുപോയെന്ന് പറയുന്ന ഒരാൾ കോടതിയിൽ നേരിട്ടെത്തുമ്പോ അതോടെ എല്ലാം മാറി മറിയും. അഡ്വക്കേറ്റ് ആരതി വർമ്മ ഒരു കള്ളനാണയമായിരുന്നുവെന്ന് കോടതിക്ക് ബോധ്യമാവും. പക്ഷേ കോടതിയിൽ പ്രിയങ്ക എത്തുന്നത് വരെ പ്രിയങ്ക ജീവിച്ചിരിക്കുന്നു എന്ന കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അത് എല്ലാരും സൂക്ഷിക്കണം. പ്രിയങ്ക, കൽപ്പനയും എന്റെ അമ്മയൊക്കെ പല വിധത്തിലും നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലൊക്കെ അവര് ക്രൂശിക്കപ്പെടുകയായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ നിനക്ക് വാക്കുതരാം. പ്രിയങ്ക കോടതിയിലെത്തി കോടതിക്ക് സത്യം മുഴുവനും ബോധ്യപ്പെട്ട് അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തു വന്ന അച്ഛനെ കൊണ്ട് നമ്മൾ ആദ്യം ചെയ്യിക്കുന്നത് കണിമംഗലത്ത് നിന്ന് രാധികയെ പടിയിറക്കുന്ന ജോലിയായിരിക്കും. പ്രിയങ്ക ജീവനോടെ ഉണ്ടെങ്കിൽ നിയമപരമായി വരുണിന്റെ ഭാര്യ പ്രിയങ്ക തന്നെയായിരിക്കും. രാധികയ്ക്ക് ഒരു കോടതിയിലും ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ എതിർപ്പുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും വന്ന ഞങ്ങൾ കൂടെയുണ്ട്. ഞങ്ങൾ ഈ പറയുന്നതിനൊക്കെ പ്രിയങ്ക തയ്യാറല്ലേ? തയ്യാറാണ് ഗൗതം. എന്റെ മരണം സൃഷ്ടിച്ച് അതിലൂടെ അവൾ വരുണിനെ സ്വന്തമാക്കിയെങ്കിൽ അവളുടെ മരണം എനിക്ക് കാണണം. യെസ്, ഈ വാശിയാണ് നമുക്ക് വേണ്ടത്. വിട്ടുകൊടുക്കില്ല എന്ന വാശി. കണിമംഗലത്ത് നന്മ നടിച്ച് നടക്കുന്ന ഒരാൾക്കും ഇനി നമ്മൾ സ്വസ്ഥത കൊടുക്കില്ല. എന്റെ ജീവിതത്തിൽ നിന്നും വെട്ടിമാറ്റിയ കുറച്ച് കാലമുണ്ട്. എനിക്ക് ഓർമ്മയില്ലാതെ ഇരുണ്ടു പോയ കാലം. അക്കാലത്ത് വെളിച്ചത്തിൽ നടന്നു പോയവരെയെല്ലാം വരി വരിയായി എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തണം ഗൗതം.